നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിക്കുവാനാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം ഇന്നിവിടെ പരാമർശിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഇന്നിവിടെ നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നതും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു തൊടുകുറിയിലൂടെ വ്യക്തമാകുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് 2 നമ്പറുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പർ, ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 111 111 ആണ്. രണ്ടാമത്തെ നമ്പർ 777 777 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകണേ എന്ന് ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഏത് നമ്പറിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത്, അല്ലെങ്കിൽ ഏത് നമ്പറാണോ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ആ ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്പർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു ഫലം കൃത്യമായിട്ട് വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 111 111 എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിലെ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ഫലമായിട്ട് കാണുന്നത്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ധനപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഇതിനോടകം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു എന്നുകൂടി ഇവിടെ ഫലമായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ ഒരു മടുപ്പാണ് എന്ന് തോന്നിയിട്ടുള്ള പല അവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദകരമാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരും നിങ്ങളെ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പല വ്യക്തികളാലും നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നു, അല്ലെങ്കിൽ പല വ്യക്തികളോടും നിങ്ങൾക്ക് അതുമൂലം വിരോധം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും കൂടെ ഇവിടെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ നല്ല ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും പുറമെ നിന്ന് കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ചിന്ത നിങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ധാരാളം ശത്രുക്കളും, അതായത് അസൂയ മൂലം ശത്രുത ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഒളിഞ്ഞും മറഞ്ഞും നിൽക്കുന്ന ശത്രുക്കൾ കൂടാതെ പ്രത്യക്ഷത്തിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയും കുടുംബത്തിന് വേണ്ടി നന്നായി പ്രയത്നിക്കുന്ന വ്യക്തികളുമാണ് നിങ്ങൾ. എന്നാൽ പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു വിഷമം തന്നെയാണ്. നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇനിയുള്ള നാളുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ബാധ്യതകളും, അതായത് കടബാധ്യതകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചില പ്രവർത്തികളാൽ അംഗീകാരം ലഭിക്കുവാനും, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടാണെങ്കിൽ കൂടിയും ചില സഹായങ്ങൾ, അല്ലെങ്കിൽ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ ചില ഉന്നത വിജയം നേടുവാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും
നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില സന്തോഷ നിമിഷങ്ങൾ കടന്നു വരാനിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുന്നുണ്ട്. മറ്റൊന്ന്, പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും നിങ്ങളെ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇനിയുള്ള കാലത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള അവസരങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം ഒഴിഞ്ഞു മാറുവാനും കൂടാതെ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുവാനും, അതായത് ഇങ്ങനെയുള്ള വ്യക്തികളോട് കടുത്ത ചില കാര്യങ്ങൾ പറയുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതായത് പല വ്യക്തികളോടും നിങ്ങൾ പല അവസരങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് അത്രത്തോളം നന്നായിട്ട് പ്രതിഫലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം നന്നായിട്ട് ഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളോടും നിങ്ങൾക്ക് പിന്നീടും സൗഹൃദം സ്ഥാപിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നിശ്ചയമായിട്ടും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനായിട്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 111 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള 777 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തിലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം, എല്ലാവിധ പ്രയാസങ്ങളും മാറാൻ പോകുന്നു എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാലം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി അതിലൊരു മാറ്റം തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. അല്പം കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങളെ വളരെയധികം വിഷമത്തിലാക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ ഫലമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനി കുറച്ചു നാളുകൾ കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. പലരും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദിനങ്ങൾ വന്നു ചേരുന്നതാണ്. പല വ്യക്തികളുടെയും അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രശംസ, പ്രശസ്തി മുതലായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളാണ് വരാനിരിക്കുന്നത്. പല വ്യക്തികൾക്കും പല കാര്യങ്ങളോടും നിങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. എങ്കിൽ കൂടിയും പല കാര്യങ്ങളിലും നിങ്ങൾ പലരെയും അനുകൂലിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട ദോഷഫലങ്ങളെല്ലാം മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിലെ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ട് തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും ചില നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ വളരെയധികം സാധ്യത വർദ്ധിച്ചു വരുന്ന സമയം കൂടിയാണിത്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടും ചില നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്കും സന്തോഷം വന്നു ചേരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പലപ്പോഴും പല വ്യക്തികളോടും നിങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള ജീവിതത്തിലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയും എന്നുകൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ജീവിത രീതികൾ മാറ്റുവാൻ സമയമാകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു. അതായത് ചില കാര്യങ്ങളിൽ അല്പം കോപം വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നതായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുണ്ട്. അത് മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്.
ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള 777 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.